ഹലോ നമസ്കാരം, ധനകാര്യത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്വർണ്ണവിലയെക്കുറിച്ചാണ്. 2025 സ്വർണ്ണവിലയുടെ പ്രതീക്ഷകൾ എന്തെല്ലാമാണ്, അത് ഏതെല്ലാം ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു, സമീപഭാവിയിൽ സ്വർണം ഇനിയും കയറുമോ ഇറങ്ങുമോ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് നോക്കാവുന്നതാണ്. 2025 സ്വർണ്ണവില പ്രതീക്ഷകൾ, ആഗോള സാമ്പത്തിക പ്രകടനങ്ങൾ, ഭൗമരാഷ്ട്രീയ സംഭവവികാസങ്ങൾ, പ്രാദേശിക ഡിമാൻഡ് എന്നീ ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടും. സമീപകാല പ്രവണതകളും പ്രവചനങ്ങളും അനുസരിച്ച് സ്വർണ്ണവില സാധാരണയായി ഉയരുന്നത് തുടരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്നിരുന്നാലും ചില അനിശ്ചിതത്വങ്ങൾ വിലയിൽ ഏറ്റക്കുറച്ചിലുകൾക്ക് കാരണമാകാം. 2025 ഏപ്രിൽ 1 ഗ്രാം 22 ക്യാരറ്റ് സ്വർണത്തിന് 9,500 രൂപയും 24 ക്യാരറ്റ് സ്വർണത്തിന് 9,455 രൂപയുമാണ്. അന്താരാഷ്ട്ര ഏജൻസികളുടെ കണക്കുകൾ അല്ലെങ്കിൽ അവരുടെ പ്രവചനങ്ങൾ എങ്ങനെയെന്ന് നോക്കാവുന്നതാണ്. JP മോർഗൻ്റെ വിലയിരുത്തൽ അനുസരിച്ച് 2025 നാലാം പാദത്തിൽ സ്വർണ്ണവില ശരാശരി 1 ഔൺസിന് $3,675 പ്രവചിക്കുന്നു. 2026 രണ്ടാം പാദത്തിൽ ഇത് $4,000 പെർ ഔൺസിന്, 1 ഔൺസിന് $4,000 മുകളിലെത്താമെന്നും അവർ പറയുന്നു. ഇതിനവർ കുറച്ച് കാരണങ്ങൾ പറയുന്നുണ്ട്. ഈ പ്രവണതയ്ക്ക് പ്രധാന കാരണം കേന്ദ്ര ബാങ്കുകളുടെ ശക്തമായ സ്വർണം വാങ്ങലും ആഗോള സാമ്പത്തിക അനിശ്ചിതത്വവും കാരണമാകുന്നു. ഇനി ഗോൾഡ്മാൻ സാക്സിൻ്റെ കണക്കനുസരിച്ച് 2025 അവസാനം വരെ സ്വർണ്ണവില $3,700 1 ഔൺസിന് ഉയരുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. അതേസമയം ഉയർന്ന അപകട സാധ്യതയുള്ള സാഹചര്യത്തിൽ ഇത് $4,500 വരെ, $1 ഔൺസ് സ്വർണത്തിന് $4,500 വരെ എത്താമെന്നവർ മുന്നറിയിപ്പ് നൽകുന്നു. ഇനി കസാഖിസ്ഥാനിലെ ഒരു സ്വർണ്ണഖനിയുടെ വിലയിരുത്തൽ അനുസരിച്ച് സോളിഡ് കോർ റിസോഴ്സസ് എന്ന് പറയുന്ന കസാഖിസ്ഥാനിലെ സ്വർണ്ണഖനി കമ്പനിയാണ്. അവരുടെ CEO വിറ്റൽ നെസസിൻ്റെ പ്രവചനം അനുസരിച്ച് അടുത്ത 12 മാസത്തിനുള്ളിൽ സ്വർണ്ണവില $2,500 താഴെ വരാം എന്നവർ പ്രവചിക്കുന്നുണ്ട്. ഇത് 1 ഔൺസിന് $2,500 വരെ താഴേക്ക് വന്ന് കുറയാമെന്നവർ മുന്നറിയിപ്പ് നൽകുന്നു. അതിന് നിലവിലെ വിലയെ അവർ ഓവർ റിയാക്ഷൻസ് എന്ന നിലയിലാണ് കാണുന്നത്. സ്വർണ്ണവിലയെ ബാധിക്കുന്ന പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. നിരവധി ഘടകങ്ങൾ ആണ് 2025 ഇന്ത്യയിലെ സ്വർണ്ണവിലയുടെ ദിശ നിർണ്ണയിക്കുക. ഒന്നാമത്തേത് പണപ്പെരുപ്പമാണ്. സ്വർണം പണപ്പെരുപ്പത്തിനെതിരെ ഒരു സുരക്ഷിത നിക്ഷേപമായി കണക്കാക്കപ്പെടുന്നു. 2025 തുടർച്ചയായ പണപ്പെരുപ്പ ആശങ്കകൾ സ്വർണത്തെ ആകർഷകമായ നിക്ഷേപമാക്കി മാറ്റുന്നു. ഇത് വില ഉയരാൻ കാരണമാകും. ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ അല്ലെങ്കിൽ ഭൗമരാഷ്ട്രീയ സംഭവവികാസങ്ങൾ. റഷ്യ ഉക്രൈൻ സംഘർഷം, 2025 വ്യാപാര തർക്കങ്ങൾ, ഉദാഹരണത്തിന് പ്രസിഡന്റ് ട്രംപിൻ്റെ താരിഫ് നയങ്ങൾ തുടങ്ങിയ ആഗോള അനിശ്ചിതത്വങ്ങൾ സ്വർണത്തെ സുരക്ഷിത ആസ്തിയാക്കി മാറ്റുന്നു. ഇത് ഡിമാൻഡും വിലയും ഉയർത്താൻ സാധ്യതയുണ്ട്. താരിഫ് വാറിൻ്റെ അടിസ്ഥാനത്തിൽ സ്വർണത്തിൻ്റെ വില വർദ്ധിച്ചതോടെ ഷോർട്ട് കവറിങ്ങും ഊഹക്കച്ചവടം കാണിച്ച തിടുക്കവും പെട്ടെന്ന് വില വർദ്ധിക്കാൻ കാരണമായി. കേന്ദ്ര ബാങ്ക് നയങ്ങൾ. US ഫെഡറൽ റിസർവ് ഉൾപ്പെടെയുള്ള കേന്ദ്ര ബാങ്കുകളുടെ തീരുമാനങ്ങൾ നിർണായകമാണ്. പലിശ നിരക്ക് കുറയ്ക്കുന്നത് സ്വർണത്തെ കൂടുതൽ ആകർഷകമാക്കും. അതേസമയം ഉയർന്ന പലിശ നിരക്ക് US ഡോളറിനെ ശക്തിപ്പെടുത്തുകയും സ്വർണത്തിൻ്റെ വില കുറയുകയും ചെയ്യുന്നു. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലെ കേന്ദ്ര ബാങ്കുകൾ സ്വർണത്തിൻ്റെ കരുതൽ ശേഖരം ഉയർത്താനുള്ള തീരുമാനത്തിലാണ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ പ്രാദേശിക ഡിമാൻഡ്, അതായത് ഇന്ത്യയിലെ പ്രാദേശിക ഡിമാൻഡ് ഒരു പ്രധാന ഘടകമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോക്തൃ രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. ഉത്സവങ്ങളും വിവാഹ സീസണുകളും ഡിമാൻഡ് വർദ്ധിക്കുന്നു. പിന്നെ അതുപോലെ ഉയർന്ന ഡിസ്പോസിബിൾ ഇൻകം പോലുള്ള അനുകൂല സാമ്പത്തിക സാഹചര്യങ്ങൾ വില ഉയർത്താം.
എന്നാൽ സാമ്പത്തിക മാന്ദ്യം ആഭരണങ്ങളുടെ ഡിമാൻഡിനെ കുറച്ചേക്കും. വില ഇനിയും ഉയരുമോ? തീരുവ യുദ്ധം. ചൈനയുമായി നേരിട്ടുള്ള വ്യാപാര യുദ്ധം ആഗോള സമ്പദ് വ്യവസ്ഥയിലുണ്ടാക്കുന്ന അസ്ഥിരത സുരക്ഷിത നിക്ഷേപമെന്ന നിലയിൽ സ്വർണത്തിന് ഡിമാൻഡ് കൂട്ടും. ആഗോള സാമ്പത്തിക മാന്ദ്യ സാധ്യതകൾ. സാമ്പത്തിക മാന്ദ്യം സ്വർണത്തിൻ്റെ ഡിമാൻഡ് വലിയ തോതിൽ ഉയർത്തും. രാജ്യാന്തര നാണ്യനിധിയുടെ പുതിയ പ്രവചനമനുസരിച്ച് ആഗോള സാമ്പത്തിക വളർച്ച 2.8% ചുരുങ്ങാം എന്നുള്ളതാണ്. നേരത്തെ ഇത് 3.3% അനുമാനം. US-ൻ്റേത് 1.8% കുറയുകയും ചെയ്യുമെന്നാണ് രാജ്യാന്തര നാണ്യനിധിയുടെ പ്രവചനങ്ങൾ. US ഡോളർ ദുർബലമാകുന്നു. 2022 ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലവാരത്തിലാണ് ഡോളർ ദുർബലമായാൽ സ്വർണത്തിൻ്റെ വില ഉയരും. സ്വർണ്ണവില ഡോളറിൽ ആയതിനാൽ നിക്ഷേപകർക്ക് കൂടുതൽ സ്വർണം വാങ്ങാൻ കഴിയുന്നു. ഇപ്പോൾ ഡോളർ ഇൻഡെക്സ് 3 വർഷത്തെ കുറഞ്ഞ നിരക്കായ 98.12 നിൽക്കുന്നത്. ഫെഡ് പലിശ നിരക്ക് കുറച്ചാൽ ബാങ്ക് നിക്ഷേപകരുടെ ആകർഷണീയത കുറയുകയും സ്വർണ്ണവില കൂടുകയും ചെയ്യും. ഇനി നോക്കാനുള്ളത് വില കുറയാനുള്ള സാധ്യത എത്രയെന്നാണ്. ഗോൾഡ് ഇനി ഒരു തിരുത്തലിന് സാധ്യതയുണ്ടോ? 2011 ACD എന്ന് പറയുന്നത് ധനകാര്യ വിപണിയിലെ പ്രവണതകൾ കാണിക്കുന്ന ഒരു സാങ്കേതിക സൂചികയാണ്. അത് 2011 181 വരെ കയറി. നിലവിൽ ഇത് 3002 മുകളിലാണ്. ACDയിലെ ഇൻഡെക്സ് ഇത് ഒരു തിരുത്തലിന് സാധ്യത കാണിക്കുന്നുണ്ട്. വൻതോതിലുള്ള മുന്നേറ്റം നടത്തിയതിനാൽ ലാഭമെടുപ്പിനുള്ള സാധ്യതയുണ്ട്. വൻ നിക്ഷേപകർ സ്വർണം വിൽക്കാൻ തയ്യാറായാൽ വില കുറയുകയും വ്യാപാര കരാറുകൾ തീരുവ യുദ്ധത്തിൻ്റെ ആഘാതം കുറയ്ക്കുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്താൽ വില കുറയാനുള്ള സാധ്യത കൂടുതൽ. ചുരുക്കത്തിൽ 2025 സ്വർണം നിക്ഷേപകരുടെ ശ്രദ്ധാകേന്ദ്രമായിരിക്കും. കേന്ദ്ര ബാങ്കുകളുടെ വാങ്ങൽ, ആഗോള സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾ, വ്യാപാര പോളിസികളിലെ മാറ്റങ്ങൾ എന്നിവ സ്വർണ്ണവിലയെ സ്വാധീനിക്കും. നിക്ഷേപകർക്ക് വിപണിയിലെ മാറ്റങ്ങൾ നിരീക്ഷിച്ച് ദീർഘകാല നിക്ഷേപ ലക്ഷ്യങ്ങൾ അടിസ്ഥാനമാക്കി തീരുമാനങ്ങൾ എടുക്കുന്നത് ഉചിതമായിരിക്കും.